Hello everyone, welcome to our video class session. Today we are discussing the chapter photosynthesis in higher plants. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ഡിസ്കസ് ചെയ്തു അല്ലേ, ഏതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നും ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ PH1 എന്താണെന്നും PH2 എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പോർഷൻസ് നമുക്ക് എന്താണെന്ന് നോക്കി നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളുടെ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. എന്താണ് അപ്പോൾ ഈ കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ATP അല്ലേ, ഫോട്ടോഫോസ്ഫോറിലേഷൻ പ്രോസസ്സിൽ നമുക്ക് ഫോം ചെയ്യും ATP, അതുപോലെ തന്നെ NADP ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ATP സിന്തസിസ് നടക്കുന്ന ക്ലോറോപ്ലാസ്റ്റ് നടക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തത് പീറ്റർ മിച്ചൽ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റാണ്. ഈ ATP സിന്തസിന് വേണ്ടി എന്ത് വേണം? ഒരു പ്രോട്ടോണിൻ്റെ ഗ്രേഡിയൻറ്റ് വേണം. ഇവിടെ നമ്മളുടെ മൈറ്റോകോൺഡ്രിയൽ മെമ്പറൈനിലും അതുപോലെ തന്നെ തൈലക്കോയിഡിലും, മൈറ്റോകോൺഡ്രിയൽ മെമ്പറൈനിലും അതുപോലെ തന്നെ തൈലക്കോയിഡ് മെമ്പറൈനിലും എന്ത് വേണം? ഒരു പ്രോട്ടോണിൻ്റെ ഗ്രേഡിയൻറ്റ് വേണം. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നുള്ളൂ, അവിടെ ATP സിന്തസിസ് എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുള്ളൂ. ഇപ്പോൾ റെസ്പിറേഷൻ ആയാലും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് ആയാലും എന്ത് വേണം? അവിടെ പ്രോട്ടോണിൻ്റെ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. പക്ഷെ റെസ്പിറേഷൻ സമയത്താണെങ്കിൽ പ്രോട്ടോണിൻ്റെ അക്യുമുലേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇന്നർ മെംബ്രെയിൻ സ്പേസ് ഓഫ് മൈറ്റോകോൺഡ്രിയ. പക്ഷെ ഫോട്ടോസിന്തസിസ് നമ്മൾ നടക്കുന്നത് എവിടെയായിരിക്കും? തൈലക്കോയിഡിൻ്റെ ലൂമൻ ഇല്ലേ, തൈലക്കോയിഡിൻ്റെ ലൂമൻ്റെ അകത്താണ് എന്തെടുക്കുന്നത്? ആ പ്രോട്ടോണിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? ഫോട്ടോസിന്തസിസ് ആണ് അല്ലേ. അപ്പോൾ നോക്കി ഇവിടെയാണ് എന്ത് നമ്മുടെ പ്രോട്ടോണിൻ്റെ അക്യുമുലേഷൻ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോട്ടോണിൻ്റെ അക്യുമുലേഷൻ അവിടെ കൂടുന്നത്? അപ്പോൾ നമ്മുടെ സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നമുക്കറിയാം അല്ലേ, വാട്ടർ സ്പ്ലിറ്റ് ആവും. ലൈറ്റ് എനർജി പതിക്കുമ്പോൾ വാട്ടർ സ്പ്ലിറ്റ് ആവും. H2O എന്നുള്ളത് H+ഉം O ആയിട്ട് മാറും അല്ലേ. അങ്ങനെ അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് തൈലക്കോയിഡിൻ്റെ അകത്ത് എന്താവും? ഹൈഡ്രജൻ അയോൺസ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ്. ഇനി നമുക്ക് എങ്ങനെയാ ഈ ഇലക്ട്രോണുകൾ PS1 നിന്നും അതുപോലെ തന്നെ PS2 നിന്നും, ഫോട്ടോസിസ്റ്റം 1 നിന്നും അതുപോലെ തന്നെ ഫോട്ടോസിസ്റ്റം 2 നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഇലക്ട്രോൺസ് മൂവ്മെന്റ് നടത്തുന്നുണ്ട് അല്ലേ. ആ ഇലക്ട്രോൺസ് മൂവ്മെന്റ് നടത്തുമ്പോൾ എന്താണ്? പ്രോട്ടോൺ ട്രാൻസ്പോർട്ടും കൂടെ ഇതിൽ നടക്കുന്നുണ്ട്. നമ്മളുടെ ഈ തൈലക്കോയിഡിന്റെ മെംബ്രെയിനിലൂടെ എന്ത് നടക്കുന്നുണ്ട്? പ്രോട്ടോണിന്റെ ട്രാൻസ്പോർട്ടും കൂടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ ഒരു ആ ഇലക്ട്രോണിനെ ക്യാരി ചെയ്യാനുള്ള ഒരു പ്രൈമറി ആക്സെപ്റ്ററും അതുപോലെ തന്നെ ഒരു പ്രോട്ടോണിൻ്റെ കാരിയറും കാണുന്നത് എവിടെയായിരുന്നു? തൈലക്കോയിഡ് മെമ്പറൈൻ്റെ ഔട്ട് സൈഡിൽ. തൈലക്കോയിഡ് മെമ്പറൈൻ ഇതല്ല, ഈ വയലറ്റ് കളർ പോർഷൻ തൈലക്കോയിഡ് മെമ്പറൈൻ എന്ന് പറയുന്നത്. ആ തൈലക്കോയിഡ് മെമ്പറൈൻ്റെ ഔട്ട് സൈഡിലാണ് ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സും അതുപോലെ തന്നെ H+ ആക്സെപ്റ്റേഴ്സിനെയും കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ എന്തുണ്ടാവും വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉള്ളിൽ എന്തുണ്ടാവും? അപ്പോൾ അവിടെ ഒരു ഗ്രേഡിയൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാണ് അല്ലേ. അപ്പോൾ ആ പ്രൈമറി ആക്സെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറി ആക്സെപ്റ്റ് ടേക്സ് എ പ്രോട്ടോൺ ഫ്രം ദ സ്ട്രോമ ആൻഡ് റിലീസ് ഇറ്റ് ടു ദ ഇന്നർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. ഓക്കെ, അപ്പോൾ അവിടെ സ്ട്രോമ എന്ന് പറഞ്ഞ പോർഷനാണ് അല്ലേ. അവിടെ പ്രൈമറി പുറത്തല്ലേ കാണുന്നുണ്ട്, അവിടെ ആക്സെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഇവർ എന്ത് ചെയ്യും? ആ പ്രോട്ടോണിനൊക്കെ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ടാണ് എന്ത് ഉള്ളിലേക്ക് കടത്തി വരുന്നത്. മാത്രമല്ല NADP റിഡക്റ്റേസ് എൻസൈം എന്ന് പറയുന്നത്, NADP റിഡക്റ്റേസ് എൻസൈം എന്ന് പറയുന്നത് ഔട്ടർ സ്ട്രോമ എന്ന് പറയുന്ന പോർഷനല്ലേ, ഈ സ്ട്രോമയിൽ കാണുന്ന ഔട്ടർ സ്ട്രോമയിൽ കാണുന്ന, അതായത് തൈലക്കോയിഡ് മെമ്പറിന്റെ പുറമേ കാണുന്ന അതാണ് എന്ത്? NADP റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈം. അതും എങ്ങനെ സഹായിക്കുന്നുണ്ട്? പ്രോട്ടോണുകളെ സ്ട്രോമയിൽ നിന്നും പ്രോട്ടോണുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പ്രോട്ടോണുകളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ NADP റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈം സഹായിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്തുണ്ടാവും? തൈലക്കോയിഡിൻ്റെ ലൂമൻ്റെ അകത്ത് പ്രോട്ടോൺ കൂടും, ഇവിടെ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്തു? ഒരു പ്രോട്ടോൺ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്തു. അപ്പോൾ ആ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റിനെ ബ്രോക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഫോം ചെയ്യണേ? ഈ നമ്മുടെ തൈലക്കോയിഡ് മെമ്പറൈനിൽ ATP സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈം ആക്ട് ചെയ്യാണ്. ഈ ATP സിന്തേസ് എന്ന് പറഞ്ഞ എൻസൈമിന് രണ്ട് പോർഷനുണ്ട്. F0 എന്ന് പറഞ്ഞ പോർഷനുണ്ട്, F1 എന്ന് പറഞ്ഞ പോർഷനുണ്ട്. അതിൽ ആ F0 എന്ന് പറഞ്ഞ പോർഷനാണ് ഈ ലൂമൻ്റെ അകത്തേക്ക് കിടക്കുന്ന പോർഷനാണ് F0 എന്ന് പറഞ്ഞ പോർഷൻ. അപ്പോൾ അവിടെ നിന്നും ഈ പ്രോട്ടോൺ ഇങ്ങനെ ഇവിടേക്ക് ഔട്ട് സൈഡിലേക്ക് വരുമ്പോൾ ഈ F1 എന്തുണ്ടാവാണ്? കൺഫർമേഷൻ ചേഞ്ചസ് അവിടെ സംഭവിക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ ATP സിന്തസിസ് പ്രോസസ്സിൽ ADP നിന്ന് എന്ത് ഫോം ചെയ്യും? ATP ഫോം ചെയ്യും. മാത്രമല്ല ഇവിടുന്ന് പ്രോട്ടോൺസ് ഒക്കെ തൈലക്കോയിഡ് മെമ്പറൈൻ ലൂമൻ നിന്ന് പുറത്തോട്ട് വരാനായിട്ട് തുടങ്ങും. അങ്ങനെ കെമി ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് എന്ത് വേണം? ഒരു മെമ്പറൈൻ വേണം, ഒരു പ്രോട്ടോണിൻ്റെ പമ്പും വേണം, പിന്നെ പ്രോട്ടോൺ ഗ്രേഡിയൻറ്റും വേണം, അതുപോലെ തന്നെ ATP എൻസൈമും വേണം.
ഓക്കെ, അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നടക്കുന്നുള്ളൂ, അവിടെ ആ ഒരു പ്രോട്ടീൻ ഗ്രേഡിയൻ്റ് അവിടെ ഫോം ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ഫോം ചെയ്യുന്നത്, അവിടെ നിന്നും ATPയും അതുപോലെ തന്നെ NADPH എന്നൊക്കെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇത് പോട്ടോസിസ്റ്റം 1 ഉണ്ട്, പോട്ടോസിസ്റ്റം 2 ഉണ്ട്, രണ്ടിൽ നിന്നും ഇലക്ട്രോൺസ് ലിബറേറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ ക്യാരി ചെയ്യാൻ H+നെ ക്യാരി ചെയ്യാനുള്ള മെറ്റീരിയൽ കാണുന്നത് എവിടെയാണ്, തൈലക്കോയിഡ് മെമ്പറൈൻ്റെ ഔട്ട് സൈഡിലാണ്. ഓക്കെ, ഇനി തൈലക്കോയിഡിൻ്റെ അകത്ത് H+ൻ്റെ എമൗണ്ട് കൂടുന്നത് എങ്ങനെയാണ്, നമ്മളുടെ ആ വാട്ടറിൻ്റെ സ്പ്ലിറ്റിംഗ് വഴിയൊക്കെ അതിൻ്റെ അകത്ത് എന്ത് കൂടും, H+ അയോൺസിൻ്റെ എമൗണ്ട്സ് കൂടും കമ്പയർഡ് ടു സ്ട്രോമ. ഓക്കെ, അപ്പോൾ എന്താണ് അവർ പ്രോട്ടോണിൻ്റെ ഗ്രേഡിയൻ വന്നു അല്ലേ. അപ്പോൾ അവിടെ ഗ്രേഡിയൻ വരുമ്പോൾ നമ്മളെ ADPനെ കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ആര്, ATP സിന്തസൈസ് എന്ന് പറയുന്നത്. അവിടെ ATP സിന്തസൈസ് 2 പോർഷൻ ഉണ്ട്, F0 ഉണ്ട്, അതുപോലെ തന്നെ F1 ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന കൺഫർമേഷൻ ചേഞ്ച് അനുസരിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, ആ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് അവിടെ ബ്രോക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും ഈ പ്രോട്ടോൺസുകൾ ഈ തൈലക്കോയിഡിൽ നിന്നും സ്ട്രോമയിലോട്ട് എന്ത് ചെയ്യാനായിട്ട് വരാനായിട്ട് തുടങ്ങും. അതിനനുസരിച്ച് അവിടെ എന്ത് തുടങ്ങും, ADPയിൽ നിന്നും ATP ഫോം ചെയ്യും. മാത്രമല്ല നമ്മൾ പറഞ്ഞു എന്ത്, NADP റിഡക്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട് അല്ലേ, ആ എൻസൈമിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, H+ൻ്റെ അയോൺസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കി നോക്കി ഈ NADP എന്ന് ഇതിലൂടെ എന്ത് ഫോം ചെയ്യും, അവിടെ NADPH ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അത് രണ്ടും എന്ത് തന്നെയാണ്, എനർജി ഫോമുകളാണ്, NADPയും അതുപോലെ തന്നെ NADPH എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ എനർജികളില്ലേ, ATPയും അതുപോലെ തന്നെ NADP എന്ന് പറയുന്നത്, അവർ നെക്സ്റ്റ് ഫേസ് എന്താ, നമ്മളുടെ ആ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അതായത് അവിടെ എന്ത് ഫോം ചെയ്യണം, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഫുഡ് ഫോം ചെയ്യണം. ആ പ്രോസസ്സിന് വേണ്ടിയാണ് ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ഡാർക്ക് റിയാക്ഷൻ ആണ്. അത് നടക്കുന്നത് എന്താ, ഡാർക്ക് റിയാക്ഷൻ വിളിക്കുന്ന വേറൊരു പേരെന്താണ്, അവിടെ അതിന് ലൈറ്റ് വേണ്ട, അതുകൊണ്ടാണ് എന്ത് വിളിക്കുന്നതിനെ ഡാർക്ക് റിയാക്ഷൻ വിളിക്കുന്നത്. ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൂടെ പറയാം, കാൽവിൻ സൈക്കിൾ എന്നും കൂടെ നമുക്ക് ഡാർക്ക് റിയാക്ഷനെ പറയാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കാൽവിൻ സൈക്കിളാണ്. കാൽവിൻ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡാർക്ക് റിയാക്ഷൻ അല്ലേ, അതിൻ്റെ എല്ലാ സീക്വൻസും ഫസ്റ്റ് ടൈം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തന്നത് മെൽവിൻ കാൽവിൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ മെൽവിൻ കാൽവിൻ ആണ് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അതറിയപ്പെടുന്നത് കാൽവിൻ സൈക്കിൾ. അവർ യൂസ് ചെയ്തത് ക്ലോറെല്ല എന്ന് പറഞ്ഞ ആൽഗയിലാണ് അവരവരുടെ ആ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തിയത്. അവർ കാർബണിൻ്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിച്ചത് റേഡിയോ ആക്റ്റീവ് കാർബൺ ആയിട്ടുള്ള C40 ഉപയോഗിച്ചാണ് അവരിതിൻ്റെ വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ കാൽവിൻ സൈക്കിളിൽ മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പാണുള്ളത്. കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്, റിഡക്ഷൻ, അതുപോലെ തന്നെ റീജനറേഷൻ. ഏതൊക്കെയാണ്, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. അപ്പോൾ നമ്മുടെ കാൽവിൻ സൈക്കിളിലെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു 5 കാർബൺ കോമ്പൗണ്ട് ഉണ്ട്. ആ 5 കാർബൺ കോമ്പൗണ്ടിന്റെ പേരാണ് എന്ത്, RUBP. RUBP എന്ന് പറഞ്ഞാൽ എന്താ, റിബുലോസ് ബൈഫോസ്ഫേറ്റ്. ഓക്കെ, മാത്രമല്ല കാൽവിൻ സൈക്കിൾ ഫോം ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് PGA എന്ന് പറയുന്നെങ്കിൽ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് അല്ലേ. അപ്പോൾ ഇതുമാണ്. അപ്പോൾ ആ ഫസ്റ്റ് കാർബൺ ഫിക്സേഷൻ എടുക്കുന്നത് 3PGയുടെ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു 3 കാർബൺ കോമ്പൗണ്ട് ആയതുകൊണ്ട് നമുക്ക് എന്തെന്നും കൂടെ വിളിക്കാം, അതിനെ C3 പാത്വേ എന്നും കൂടെ വിളിക്കാം. ഓക്കെ, അപ്പോൾ മെൽവിൻ കാൽവിൻ ആണ് കൊണ്ടുവന്നതെന്നും പിന്നെ എന്താ നമ്മൾ പറഞ്ഞു, ഇതിലെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന്, ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള RUBP ആണെന്നും ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3PGA ആണ്, 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് എന്തായി മാറി, നമുക്ക് C3 സൈക്കിൾ എന്നുകൊണ്ട് വിളിക്കാം. പിന്നെ മെയിൻ ആയിട്ട് നടക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ എന്നിങ്ങനെ 3 സ്റ്റെപ്പും കൊണ്ട് നടക്കുന്നുണ്ട് അവിടെ നമ്മളുടെ കാൽവിൻ സൈക്കിളിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി കാൽവിൻ സൈക്കിൾ എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ആ കാൽവിൻ സൈക്കിളിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കറിയാം 3 സ്റ്റെപ്പ് അല്ലേ, കാർബോക്സിലേഷൻ, റിഡക്ഷൻ, അതുപോലെ തന്നെ റീജനറേഷൻ. കാൽവിൻ സൈക്കിൾ അതല്ലെങ്കിൽ C3 സൈക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളുടെ റിബുലോസ്, അതല്ല നമ്മൾ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ എന്ന് പറയുന്നത് RUBP എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റിബുലോസ് ബൈഫോസ്ഫേറ്റിൽ എന്ത് സംഭവിക്കുന്നു, റിബുലോസ് ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്നിട്ട് അവിടെ എന്ത് നടക്കണേ, കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുകയാണ്. അങ്ങനെ കാർബോക്സിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യാണ്, 2 മോളിക്യൂൾ. അപ്പോൾ ഇത് 5 കാർബൺ കോമ്പൗണ്ട് ആണ്, ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ. അതിൽ നിന്ന് എന്ത് ഫോം ചെയ്യാണ്, ഒരു 2 മോളിക്യൂൾ എന്ത് ഫോം ചെയ്യാണ്, 3PGA അവിടെ ഫോം ചെയ്യാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ RUBP കാർബൺ ഡൈ ഓക്സൈഡ് ചേർന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യാണ്, 3PGA ഫോം ചെയ്യാണ്. അങ്ങനെ അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തുണ്ട്, അവിടെ ഒരു എൻസൈമാണ് അല്ലേ. അങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് എന്ത്, റുബിസ്കോ എന്ന് പറയുന്നത്. റുബിസ്കോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റുബിസ്കോ എന്ന് പറയുന്നത് എന്താണ്, RUBP കാർബോക്സിലേസ്
ഓക്സിജനേസ്. ഓക്കെ, അപ്പോൾ റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈമിന്റെ പ്രസൻസിൽ എന്ത് നടന്നു? ഇവിടെ റിബുലോസ് ബൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് എന്തായി മാറി? കാർബോക്സിലേഷൻ നടന്നിട്ട് 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി. 3-ഫോസ്ഫോഗ്ലിസറേറ്റ് ആയിട്ട് മാറി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അവിടെ റിഡക്ഷൻ നടക്കുകയാണ് അല്ലേ? അപ്പോൾ അവിടെ എന്ന് പറയുന്നത് റിഡക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. അവിടെ എന്താ നടക്കണമെങ്കിൽ നമുക്ക് 3PGA എന്ന കോമ്പൗണ്ട് ഉണ്ടായില്ലേ? ആ 3PGA കോമ്പൗണ്ട് ATP ആയിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ഫോം ചെയ്യാണ്? 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്യും. എന്നിട്ട് അത് റെഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുക? അത് PGAL. PGAL എന്ന് പറയണമെങ്കിൽ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ്. PGAL എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? 3-ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്നത് ATPയുടെയും അതുപോലെ തന്നെ NADPHന്റെയും പ്രസൻസിൽ ഇവിടെ എന്ത് സംഭവിക്കുകയാണ്? അവിടെ റിഡക്ഷൻ നടന്നിട്ട് അതിൽ നിന്നും എന്ത് ഫോം ചെയ്യും? PGAL. PGAL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് അവിടെ ഫോം ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ റിഡക്ഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ്, റിഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എന്തുണ്ടായി? ഈ ATPക്ക് അവിടെ ADP വന്നു. അതുപോലെ തന്നെ NADPHന് എന്ത് സംഭവിച്ചു? അവിടെ NADP ആയിട്ട് അത് മാറി. ക്ലിയർ? അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അതിൻ്റെ റീജനറേഷൻ സ്റ്റെപ്പാണ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കുക, ഇവിടെ നമ്മൾ പറയുന്നത് RUBP കാർബൺ ഡയോക്സൈഡ് ചെയ്തിട്ട് 2 മോളിക്യൂൾ എന്ത് ഫോം ചെയ്തു? 3PGA ഫോം ചെയ്തു അല്ലേ? ഈ അപ്പോൾ അവിടെ ഫോം ചെയ്ത ആ മെറ്റീരിയലിന് എന്ത് സംഭവിച്ചു? അവിടെ ATP ചേർന്നിട്ട് ഫോം ചെയ്ത് ചെയ്തു? 1,3-ഡൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ഫോം ചെയ്തു. അതിൽ നിന്നും വീണ്ടും റിഡക്ഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്തു? ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് അവിടെ ഫോം ചെയ്തു. ആ ഉണ്ടായ ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് 12 മോളിക്യൂൾസ് എന്ത് ഫോം ചെയ്യും? ഗ്ലിസറാൾഡിഹൈഡ് ഫോസ്ഫേറ്റ് അവിടെ ഫോം ചെയ്യും. പക്ഷെ അതിൽ നിന്നും 10 മോളിക്യൂൾ എന്താവും? യൂസ്ഡ് ആവും. ഈ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ്ഡ് ആവും. എന്നിട്ട് ബാക്കിയുള്ള 2 മാത്രമേ എന്ത് പോകും? തിരിച്ച് കാൽവിൻ സൈക്കിളിലേക്ക് തന്നെ എത്തുന്നത്. അവിടെ എന്ത് സംഭവിക്കും? ആ മെറ്റീരിയലെ നമ്മളുടെ ഫ്രക്ടോസ് 1,6-ഫോസ്ഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ഫോം ചെയ്യും? നമ്മളുടെ സൂക്രോസ് അതല്ലെങ്കിൽ നമ്മൾ സ്റ്റാർച്ചിലെ ഗ്ലൂക്കോസ് അതവിടെ ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്? അവിടെ നടന്നത് ഏതൊക്കെയായിരുന്നു? കാർബോക്സിലേഷൻ നടന്നു, റിഡക്ഷൻ നടന്നു, അതുപോലെ തന്നെ എന്തായിരുന്നു? റീജനറേഷൻ എന്ന് പറഞ്ഞാൽ 3 സ്റ്റെപ്പ് നടന്നു അല്ലേ? അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താ? നമ്മൾ 18 ATP മോളിക്യൂൾ ഉപയോഗിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 18 ADP ആണ്. അതുപോലെ തന്നെ 12 NADPHും H+ഉം അതിൽ നിന്ന് നമുക്ക് കിട്ടിയത് 12 NADP. മാത്രമല്ല 6 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് നമ്മൾ ഉപയോഗിച്ചു. നമുക്ക് കിട്ടുന്നത് 1 മോളിക്യൂൾ ഓഫ് എന്താണ്? ഗ്ലൂക്കോസ് നമുക്കതിൽ നിന്ന് ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെറ്റ് റിസൾട്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമാണ് അല്ലേ? റുബിസ്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ ലിവിങ് വേൾഡ് ആണ് എന്ത്? റുബിസ്കോ. റുബിസ്കോ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ ലിവിങ് വേൾഡ് ആണ് എന്ത്? റുബിസ്കോ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം കാൽവിൻ സൈക്കിളിലെ കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? 5 കാർബൺ ആയിട്ടുള്ള RUBP ആണെന്ന്. അതിന് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്താണ്? അത് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് എന്നറിയാം. അത് 3 കാർബൺ കോമ്പൗണ്ട് ആണ്. കാൽവിൻ സൈക്കിൾ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? ലീഫിലെ അമീസോഫിൽ ടിഷ്യൂലാണ്. ഓക്കെ, പിന്നെ അതിൽ എത്ര ATP നമ്മൾ യൂസ് ചെയ്യുന്നത്? 18 ATP. പിന്നെ ഇവിടെ നടന്ന എന്താ? ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഏറ്റവും അധികമായിട്ട്. C3 പ്രോസസ്സ് നടക്കുന്നത് ഫോട്ടോ റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സാണ് മെയിനായിട്ട് എവിടെ നടക്കുന്നത്? നമ്മളുടെ C3 പാത്വേയിൽ നടക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ കാൽവിൻ സൈക്കിൾ അതല്ലെങ്കിൽ C3 സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് C4 പാത്വേ. C4 എന്ന് പറയുമ്പോൾ എന്താവും? കാർബൺ ഫിക്സേഷൻ നടക്കുന്നത് ആ 4 കാർബൺ രൂപത്തിലായിരിക്കും അല്ലേ? അപ്പോൾ ഈ C4 പാത്വേനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? ഹാച്ച് സ്ലാക്ക് പാത്വേ എന്നുകൊണ്ട് വിളിക്കാം. ഹാച്ച് സ്ലാക്ക് പാത്വേ. ഇത് മെയിനായിട്ട് കാണുന്നത് നമ്മളെ ട്രോപ്പിക്കൽ ഗ്രാസ് പ്ലാന്റ് ആയിട്ടുള്ള ഷുഗർ കെയിൻ, മേസ്, സോർഗം അതിലൊക്കെയാണ് മെയിനായിട്ട് ഈ C4 പാത്വേ കാണിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് എന്ത്? ഹാച്ച് സ്ലാക്ക് പാത്വേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെ ഫസ്റ്റ് കാർബൺ ഡയോക്സൈഡിൻ്റെ ആ ഫിക്സേഷൻ രൂപം അല്ലേ? അത് എന്ന് പറയുന്നത് പെപ്പ്. പെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 3-ഫോസ്ഫോഈനോൾ പൈറുവേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഫോസ്ഫോഈനോൾ പൈറുവേറ്റിൻ്റെ ഫിക്സേഷൻ നടക്കുന്നത് എന്തിൻ്റെ പ്രസൻസിലാണ്? പെപ്കേസ്. പെപ്കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈറുവേറ്റ് ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്. ഫോസ്ഫോഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് എന്ന് പറഞ്ഞാൽ എൻസൈം പ്രസൻസിലാണ് അവിടെ ആ ഫസ്റ്റ് കാർബൺ ഡയോക്സൈഡ് ആക്സെപ്റ്റർ ആണ് ആര്? ഈ പെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് OAA. OAA സ്റ്റാൻഡ്സ് ഫോർ ഓക്സാലോ അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും
ഈ C4 പാത്വേ നടക്കുന്നത് നമ്മളുടെ ബണ്ടിൽ ഷീറ്റുകളിലാണ് C4 പാത്വേ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ C4 പാത്വേ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഗ്രാസ് പ്ലാന്റ് ആയിട്ടുള്ള ഷുഗർ കെയിൻ, മെയ്സ്, സോർഗം അവിടെയൊക്കെ നടക്കുന്നതാണ് എന്ത് C4 പാത്വേ എന്ന് പറഞ്ഞു. അവർക്ക് പ്രത്യേകിച്ച് എന്തുണ്ടായിരിക്കും? ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ബണ്ടിൽ ഷീത്ത് സെൽസ് കാണാം. വാസ്കുലർ ബണ്ടിൽസ് ചുറ്റുമായിട്ട് ഒരുപാട് ബണ്ടിൽ ഷീത്ത് സെൽസ്, ലെയേഴ്സ് ഓഫ് ബണ്ടിൽ ഷീത്ത് സെൽസ് കാണാം. ആ ബണ്ടിൽ ഷീത്ത് സെൽസിനാണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കില്ല? ഒരു ലാർജ് നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും. മാത്രമല്ല അവർ ഗ്യാസസിനൊക്കെ എന്തായിരിക്കും? ആ ലെയർ എന്ന് പറയുന്നത് ഇംപെർവിയസ് ആയിരിക്കും. ഇന്റർസെല്ലുലാർ സ്പേസസ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഒട്ടും ഇല്ലാത്ത അവസ്ഥ. ഇൻഡർസെല്ലുലാർ സ്പേസസ് ആണ് തീരെ ഉണ്ടായിരിക്കില്ല. മാത്രമല്ല ഇതിൻ്റെ അകത്ത് എന്ത് കാണാം? ക്ലോറോപ്ലാസ്റ്റ് ഡൈമോർഫിസം കാണാം. അതായത് രണ്ട് തരത്തിലുള്ള ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അഗ്രാനലും അതുപോലെ തന്നെ ഗ്രാനുലായിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ബണ്ടിൽ ഷീറ്റ് സെൽസുകളാണ് ഏറ്റവും കൂടുതൽ റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈംസ് കാണാനായിട്ട് സാധിക്കുക. ഇവിടുത്തെ മീസോഫിൽ സെൽസിൽ എന്നതില്ല റുബിസ്കോ എന്ന് പറഞ്ഞ എൻസൈം നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നത്. അപ്പോൾ C4 സൈക്കിളിലെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഷോൺസ് ക്രാൻസ് അനാട്ടമി. അപ്പോൾ ക്രാൻസ് അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താ? റെറ്റ് ലൈക്ക് അറേഞ്ച്മെന്റ് ഓഫ് ബണ്ടിൽ ഷീറ്റ്. റെറ്റ് ലൈക്ക് അറേഞ്ച്മെന്റ് ഓഫ് ബണ്ടിൽ ഷീറ്റ് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രാൻസ് അനാട്ടമി. അപ്പോൾ ക്രാൻസ് ആ ബണ്ടിൽ ഷീറ്റ് സെൽസിൽ പ്രത്യേകത എന്താ? ഒരുപാട് എന്തായിരിക്കും? ക്ലോറോപ്ലാസ്റ്റിനായിരിക്കും. ആ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാനുലർ ആവും, അതുപോലെ തന്നെ ഗ്രാനുലർ ആവും. അവർ തമ്മിൽ എന്തുണ്ടായിരിക്കും? ഡൈമോർഫിക് നേച്ചർ ആയിരിക്കും. മാത്രമല്ല അതെന്ന് പറയുന്നത് ഇംപെർവിയസ് ടു ഗ്യാസിന് ഇംപെർവിയസ് ആണ് ആ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ എന്ന് പറയുന്നത് 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള പെപ്പാണ്. പെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് ആണ്. അത് നടക്കുന്നത് എന്തിൻ്റെ പ്രസൻസിലാണ്? ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ്. ഓക്കെ, പെപ്റ്റേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. പിന്നെ അതിൽ നടക്കുന്ന ഫസ്റ്റ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേബിൾ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഓക്സാലോ ആസിറ്റിക് ആസിഡ് ആണ്. മെയിനായിട്ട് കാൽവിൻ സൈക്കിൾ നടക്കുന്നത് നമ്മളുടെ ബണ്ടിൽ ഷീറ്റുകളിലാണ് നമ്മളുടെ കാൽവിൻ സൈക്കിൾ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതാണ് നമ്മളുടെ കാൽവിൻ സൈക്കിൾ വെച്ച് എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് മീസോഫിൽ സെൽസ്, ഇത് നമ്മളുടെ ബണ്ടിൽ ഷീറ്റ് സെൽസ് ആണ്. അപ്പോൾ എന്ത് കഴിഞ്ഞ് ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഫോസ്ഫൈഡിൽ പൈറുവിക് ആസിഡ് ജോയിൻ ചെയ്തിട്ട് അല്ലേ, അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫസ്റ്റ് അക്സെപ്റ്റർ പെപ്പ് എന്ന് പറഞ്ഞു അല്ലേ. അത് ജോയിൻ ചെയ്തിട്ട് ആദ്യം ഫോം ചെയ്യുന്നത് അവിടെ C4 ആസിഡ്. C4 ആസിഡ് എന്ന് പറയുന്നത് ഓക്സാലോ അസിറ്റിക് ആസിഡാണ്. അത് നമ്മുടെ മീസോഫിൽ സെൽസിൽ നിന്നും നമ്മളുടെ ബണ്ടിൽ ഷീറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ ചെന്ന് നടക്കും, അവിടെ ഡീകാർബോക്സിലേഷൻ നടന്നു അല്ലേ. അപ്പോൾ C4 നിന്ന് ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോൾ അവിടെ എന്തായി മാറും? C3 മാറും അല്ലേ. ഇനി ബാക്കി പ്രോസസ്സ് വീണ്ടും നമ്മളുടെ മീസോഫിൽ സെൽസിലേക്ക് ഒന്ന് ബാക്കി പ്രോസസ്സ് നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ C4 പാത്വേ എന്ന് പറയുന്നത്. അപ്പോൾ C3യും C4 തമ്മിൽ എന്തൊക്കെ വ്യത്യാസമുള്ളത്? C3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള RuBP ആണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ. C4ലാണെങ്കിൽ അവിടെ ആരാണ്? നമ്മളുടെ പെപ്പാണ്. ഇനി അവിടെ ഫസ്റ്റ് ആ സ്റ്റേബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? 3 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള PGA ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. ഇവിടെ ആരാണ്? C4ലാണെങ്കിൽ ഓക്സാലോ അസിറ്റിക് ആസിഡ്. C3 ഭാഗത്ത് നടക്കുന്നത് എവിടെയാണ്? മീസോഫിൽ ടിഷ്യൂലാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സ് ഏത് C4 പാത്വേ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റുകളിലാണ്. പിന്നെ C3യിൽ എന്തില്ല? ക്രാൻസ് അനാട്ടമി ഇല്ല. പക്ഷെ C4 പാത്വേയിൽ എന്ത് കാണാൻ കഴിയും? ക്രാൻസ് അനാട്ടമി നമുക്ക് കാണാനായിട്ട് സാധിക്കും. C3 പാത്വേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ATPയുടെ എണ്ണം 18 ആണ്. C4 പാത്വേയിൽ ഉപയോഗിക്കുന്ന ATPയുടെ എണ്ണം എന്ന് പറയുന്നത് 30 ആണ്. ഇനി ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്നത് C3യിൽ കോമൺ ആണ്. പക്ഷെ എന്ത് നടക്കുന്നില്ല? ഫോട്ടോസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് C4ലില്ല. അതുകൊണ്ട് തന്നെ അവർ ഫോട്ടോസിന്തറ്റിക്കിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് C4ൽ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളുടെ C3യും അതുപോലെ തന്നെ C4ഉം തമ്മിലുള്ള ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഹിയർ ഐ എം മൈൻഡിങ് മൈ പോർഷൻ. താങ്ക് യു.